നമസ്കാരം. സാക്ഷര കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെ നമുക്ക് തല ഉയർത്തി പറയാനാവാത്ത ഒരു ദിവസമാണിന്ന്. നിറത്തിൻ്റെ പേരിൽ, അമ്മയുടെ രോഗത്തിൻ്റെ പേരിൽ, അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിൽ, സാമ്പത്തിക സ്ഥിതിയുടെ പേരിലൊക്കെ ഒരു അധ്യാപകൻ നിരന്തരം അപമാനിച്ചു എന്ന ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദം നമ്മൾ ഇന്ന് കേട്ടു. പക്ഷേ അവൻ്റെ ജീവൻ പോയ ശേഷം മാത്രമാണ് അത് നമുക്ക് മുന്നിലെത്തിയത്. ജീവിതം മുന്നിൽ വെച്ച പ്രതിസന്ധികളോടെല്ലാം പടപുരുതി നിതിൻ രാജ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വരെ എത്തി. പക്ഷെ ആ കോളേജിൽ ഇന്നലെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ആരാണ് ആ മരണത്തിൻ്റെ ഉത്തരവാദികൾ? സൂപ്പർ പ്രൈം ടൈം തുടങ്ങുന്നു. ഈ ചർച്ചയിൽ നമുക്കൊപ്പം നിതിൻ രാജിൻ്റെ അമ്മാവൻ ശ്രീ വിശ്വംഭരൻ, നമുക്ക് നല്ല പരിചയമുള്ള മറ്റൊരു പേരാണ് JS സിദ്ധാർത്ഥൻ, സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ, SFI സംസ്ഥാന സെക്രട്ടറി ശ്രീ PS സഞ്ജീവ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കുമാരി ആൻ സെബാസ്റ്റ്യൻ, ഒപ്പം റിസർച്ച് സ്കോളറായ അനു സണ്ണി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നിതിൻ്റെ അമ്മാവൻ ശ്രീ വിശ്വംഭരനിലേക്കാണ് പോകുന്നത്. ശ്രീ വിശ്വംഭരൻ, ഇന്നത്തെ ദിവസം നിങ്ങളോട് ഓരോ ചോദ്യം ചോദിക്കുന്നതും നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ ഒരു അംശം പേറിക്കൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ നിതിൻ്റെ ശബ്ദമൊക്കെ കേട്ടു, നിതിൻ അയച്ച സന്ദേശങ്ങൾ പലതും കേട്ടു, സമാനമായ അനുഭവങ്ങൾ പലയിടത്തുനിന്നായി പല കുട്ടികൾ പറഞ്ഞു കേട്ടു. പക്ഷേ അവരൊന്നും ഇത് നേരത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അത് നമ്മളൊന്നും കേട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ. ശ്രീ വിശ്വംഭരൻ. ശ്രീ വിശ്വംഭരൻ, താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹം കേട്ടിരുന്നില്ല ചോദ്യം. ശരി സഞ്ജീവ്, ഞാൻ അദ്ദേഹം ഒന്ന് തയ്യാറാവുമ്പോഴേക്കും സഞ്ജീവിലേക്ക് വരികയാണ്. ഒരു SFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രമല്ല, കണ്ണൂരിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയ്ക്ക് സഞ്ജീവിന് വ്യക്തിപരമായി തന്നെ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ അതില്ല അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിനെ പറ്റി, ആ സ്ഥാപനത്തെ പറ്റി നല്ല വ്യക്തമായി അറിയാം. ഇതൊരു രാവണൻ കോട്ട വല്ലതുമാണോ സഞ്ജീവ്? കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു ദിവസം പലയിടത്തു നിന്ന്, ഞാൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് എത്രയോ കാലമായി നടക്കുന്ന കാര്യമാണ്. നമുക്ക് ആ കോളേജിൻ്റെ എങ്ങനെയാണ് അംഗീകാരം പോയ സാഹചര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മാതൃഭൂമി അടക്കം വളരെ വ്യക്തമായ ഒരുപാട് വാർത്തകൾ അതിനെതിരെ നൽകിയിരുന്നു. അംഗീകാരം നഷ്ടപ്പെട്ടു. ഒരു നമ്മുടെയൊക്കെ സമൂഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്ന ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും അറിയാവുന്നതുപോലെ ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ അവിടെ ഒരു ശബ്ദമുയരാത്ത വിധം അതൊരു രാവണൻ കോട്ടയായി മാറിയത് എങ്ങനെയാണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലക്ഷക്കണക്കിന് രൂപ തലവരി പണം വാങ്ങിയ ചരിത്രമുള്ള ഒട്ടനവധി ക്യാമ്പസുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെ, കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലപാടെടുത്തതിൻ്റെ ഭാഗമായാണ് അന്ന് ഇത്തരം പ്രവണതകളെല്ലാം അവിടെ അവസാനിപ്പിച്ച് MBBSൽ സംഭവിച്ചിട്ടുള്ള അപാകതകളൊക്കെ മാറ്റി. ഇപ്പോൾ അന്ന് അവിടെ MBBSന് പഠിക്കുന്ന കുട്ടികൾ പോസ്റ്റ്മോർട്ടം പഠിക്കുക വീഡിയോ വെച്ചായിരുന്നു. അപ്പോൾ അതുൾപ്പെടെ ചോദിച്ചപ്പോൾ കൃത്യമായി ഉത്തരം നൽകാത്ത ഒരു മാനേജറുമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ വിദ്യാഭ്യാസം കച്ചവടമാക്കുക എന്ന വലതുബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വക്താവും അതിൻ്റെ ക്യാമ്പസുമായിരുന്നു അഞ്ചരക്കണ്ടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഡെൻ്റൽ, മറ്റ് ഒട്ടനവധി ക്യാമ്പസുകൾ അതിനുള്ളിലുണ്ട്, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ. അപ്പോൾ ഇതൊക്കെയും ഉൾച്ചേർത്ത് വെക്കുന്ന ഒരു വലിയ ക്യാമ്പസ് പ്രതലമാണ്. ആ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനക്കും ആക്സസ് ഇല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടന അവിടെ ഇടപെട്ടൊരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പേര് തൊട്ടടുത്ത ദിവസം നോട്ടീസ് ബോർഡിൽ വരും. ആ നോട്ടീസ് ബോർഡിൽ വരുന്ന അയാൾ അച്ചടക്ക രാഹിത്യം കാണിച്ചുവെന്നും അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും കോളേജിൻ്റെ ഡക്കറത്തിനെതിരാണെന്നും എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ട് പിന്നീട് അയാളെ വ്യത്യസ്ത കാരണങ്ങൾ വെച്ച് ടാർഗറ്റ് ചെയ്ത് അവിടുന്ന് പുറത്താക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അതിന് ഈ കാരണം തന്നെ ആവണമെന്നില്ല, അതിന് പല കാരണങ്ങൾ ഇവർ ഉപയോഗിക്കും. ഇൻറ്റേർണൽ കുറവ്, അറ്റൻഡൻസ് കുറവ് എന്നങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ. ഇന്നിപ്പോൾ ഇൻറ്റേർണലും നമ്മുടെ സെമസ്റ്റർ സിസ്റ്റത്തിൻ്റെയൊക്കെ ചില പരിമിതികൾ ഉപയോഗിക്കുന്നവരായി ഇത്തരം മാനേജ്മെൻറ്റുകളും അധികാരികളും മാറിയിട്ടുണ്ട്. ആ അധികാരികൾ പിന്നീട് ഇവരെ പുറത്താക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4-5 വർഷം ഓരോ സെമസ്റ്ററിന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ലോണൊക്കെ എടുത്ത് പഠിക്കുന്ന ശരാശരി ഒരു മലയാളിയിലെ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക? അപ്പോൾ ഈ വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ അവിടത്തേക്ക് കടന്നു വരാൻ പോലും ചില വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ സൂചന?
പല അധ്യാപകരും എത്തിയില്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിൽ ആളുകൾ എത്തിയില്ല. എന്താണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ കടന്നു ചെന്നാൽ, ഒരു വിദ്യാർത്ഥി സംഘടനയോ അല്ലെങ്കിൽ ഏതുമാവട്ടെ, ഏത് രാഷ്ട്രീയ സംഘടനയുമാവട്ടെ, അവർ കടന്നു ചെന്നാൽ ഇവർ നേരിടുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായി ആ വിദ്യാർത്ഥികൾ സംഘടിക്കരുതെന്നും ഏറ്റവും വലിയ ഒരു തെറ്റായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസും മാനേജ്മെൻറ്റാണ് അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ ഇതിനെതിരെ നിയമങ്ങൾ ശക്തമായി ഉണ്ടായിരുന്ന നാടായിരുന്നു നമ്മുടെ ഇതെന്ന് പറയാൻ കാരണം, രാജ്യത്തെ കേന്ദ്ര സർക്കാർ തന്നെയും നമ്മുടെ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ തന്നെയും ഇന്ന് പുതിയൊരു സർവകലാശാല തുടങ്ങാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് NOC പോലും കൊടുക്കാനുള്ള അവകാശമില്ല, അത് പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന നിലയിൽ സ്വകാര്യ മേഖലയ്ക്ക് ഇതൊക്കെ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. രോഹിത് വെമുലയെ നമ്മൾ മറന്നിട്ടില്ലല്ലോ. രോഹിത് വെമുലയും ഈ പറഞ്ഞ നമ്മുടെ ക്യാമ്പസുകളിൽ ഫാത്തിമ ലത്തീഫ് IIT-യിലും IIM-ൽ പോലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുകയാണ്. ആ കൊലപാതകം സംഘടിപ്പിക്കപ്പെടുന്ന ഇടത്താണ് സുപ്രീം കോടതിയിൽ ചെന്ന് രോഹിത് വെമുലയുടെ അമ്മ ഒരു നിയമം കൊണ്ടുവന്നത്, പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇടപെട്ടത്. എന്താണത്? രോഹിത് വെമുല ആക്ട്. ആ രോഹിത് വെമുല ആക്ടിനെ ഒരാഴ്ച പോലും ഇന്ത്യയിൽ അതിജീവിക്കാൻ അനുവദിച്ചില്ല ഇന്ത്യയിലെ സംഘപരിവാർ. എന്ത് ചെയ്തു എന്നറിയോ? ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ തെരുവോരങ്ങളിലൊക്കെയും സവർണ സംഘപരിവാർ ഫാസിസ്റ്റ് ആൾക്കൂട്ടങ്ങൾ ഇതുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് ആ നിയമത്തെ സ്ക്രാപ്പ് ചെയ്യിച്ചു. അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇപ്പോൾ രാജ്യത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ ഇത്തരം മതവിഭാഗങ്ങൾക്കെതിരെ, ജാതി വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ചെറുക്കപ്പെടേണ്ടതുണ്ട്. ഈ ബോധമാണ് പ്രശ്നം. ആ ബോധം നമ്മൾ കരുതേണ്ട ഈ പറഞ്ഞ ക്യാമ്പസിൽ മാത്രമാണ്. നമുക്കറിയാം, കഴക്കൂട്ടത്ത്, കാര്യവട്ടത്ത് 20 വർഷം സംസ്കൃതം പഠിച്ചൊരു വിദ്യാർത്ഥിയെ മുഖത്ത് നോക്കിയിട്ട് സംഘപരിവാറുകാരിയായ ഒരു അധ്യാപിക പറയുകയാണ്, നിനക്ക് സംസ്കൃതം നീ പഠിക്കേണ്ടതല്ല, അത് ദേവഭാഷയാണ്, നീ അതിൽപ്പെട്ട ഇന്ന ജാതിയിൽപ്പെട്ട അത് പഠിക്കാൻ പാടില്ല. പണ്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ഈഴമൊഴിക്കുന്ന ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ അന്തരീക്ഷം മാറുകയാണ്. ആ അന്തരീക്ഷം എങ്ങനെ മാറുന്നു എന്നുള്ളതിൻ്റെ റൂട്ടിലേക്ക് പോകണം എന്നുള്ളതാണ് കേരളത്തോടും നിങ്ങളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സഞ്ജീവ്, ഞാൻ നമ്മളോടൊപ്പം ഇതിൻ്റെ അമ്മാവൻ ശ്രീ വിശ്വംഭരനുണ്ട്. ശ്രീ വിശ്വംഭരൻ, താങ്കളോടായിരുന്നു ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, അപ്പോൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും ദുഃഖകരമായൊരു ദിവസമാണ്. നിങ്ങളുടെ ആ വേദനയുടെ ഒരു അംശം ഞങ്ങളും പേർന്നുണ്ട്. നമ്മുടെ സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോലും വയ്യ. ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥി ജീവൻ ഒടുക്കാൻ കാരണമായത് ഈ സിസ്റ്റം ആണെങ്കിൽ, ആ സിസ്റ്റത്തിൽ പിഴവുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ മിനിറ്റും വൈകുക, അല്ലെങ്കിൽ ഓരോ സെക്കൻഡും വൈകിയതിൻ്റെ കൂടി ഇരയാണ് നിതിൻ എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിതിൻ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഒരിക്കലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇന്റേണൽ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പോലും ഇത്രയേറെ മോശമായി, ആ വോയിസ് നോട്ടുകൾ കേട്ടാൽ നമുക്കറിയാം, ഒരു അധ്യാപകൻ എന്ന് അയാളെ വിളിക്കാൻ കഴിയില്ല. അങ്ങനെ അത്രയും മോശമായി കുട്ടികളോട് പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് ആ സ്ഥാപനം വെച്ചു പൊറപ്പിക്കുന്നത്? ഇപ്പോഴും അങ്ങേക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മുൻപ് തന്നെ അറിയാമായിരുന്നോ? എനിക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്തായി ഇന്ന് നിതിൻ രാജ് പല അവനുണ്ടായ പിന്നെ അനുഭവങ്ങൾ എൻ്റെ കൂടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അവിടെ പ്രധാനമായും അവിടെ കുട്ടികളെ സംബന്ധിച്ച് അവൻ ആദ്യമായി അഡ്മിഷൻ എടുത്ത സമയത്ത് റാഗിങ് പോലുള്ള കാര്യങ്ങളുണ്ട്. അത് ഒരു 3-4-5-6 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പിന്നെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട്, അവിടെ മറ്റ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇവർക്ക് യാതൊരു ശല്യവുമില്ല. മറിച്ച് അവിടുത്തെ HOD കൂടിയായ ഒരു പ്രൊഫസർ കൂടിയായ ഒരു റാം എന്ന് പറയുന്ന ഒരു അധ്യാപകനും, പിന്നെ ഒരു സംഗീത എന്ന് പറയുന്ന ഒരു പ്രൊഫസറും, അതേപോലെ അവിടുത്തെ ഒരു വാർഡൻ കൂടിയായ കമൽ എന്ന് പറയുന്ന ഒരാളും മാനസികമായി ഇയാളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ് മുറിയിൽ വച്ച് പോലും വളരെ പരസ്യമായ രീതിയിൽ, നീ പട്ടികജാതിയിൽപ്പെട്ടവനല്ലേടാ, നീ പാവപ്പെട്ടവൻ്റെ മകനല്ലേടാ, നിനക്കെന്ത് യോഗ്യതയടാ, MBBS പഠിക്കാനടാ, നീ പുഴുത്ത പട്ടിയാണടാ എന്ന് പല ആവർത്തി പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഈ നിതിൻ രാജ് ഒരു പ്രാവശ്യം പ്രതികരിച്ച് അത് ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ പുഴുത്ത പട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടും തുല്യമാണ്, നമ്മൾ രണ്ടും ഈക്വലാണെന്ന് അവൻ പറഞ്ഞു. അത് അയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ കൈയും കാലും വെട്ടി നിന്നെ ഇവിടുന്ന് തുണിയിൽ പൊതിഞ്ഞ് നിൻ്റെ ശവമായിട്ടായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് ആ അധ്യാപകൻ റാം എന്ന് പറഞ്ഞ അധ്യാപകൻ പറഞ്ഞ കാര്യം അവൻ എൻ്റെ കൂടെ പറയുകയും, അതേപോലെ തന്നെ അവൻ്റെ സഹോദരിയുടെ ഫോണിൽ, അതായത് കഴിഞ്ഞ മാർച്ച്
13-14 തീയതികളിലെ ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന് സൈബർ സെല്ലിനും കൊണ്ട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഇവിടെ കണ്ണൂർ ചക്കരയ്ക്കൽ പോലീസ് SHOയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീഡിയോ അവൻ്റെ ഫോണിലെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തുനിന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അറിയാം. ശ്രീ വിഷ്ണുപുരം, ഇന്നലെ താങ്കൾ അങ്ങോട്ട് പോയിരുന്നല്ലോ, അവിടെ കോളേജിൽ പോയിരുന്നല്ലോ. അപ്പോൾ നേരത്തെ രക്ഷിതാക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് കേട്ടത് വളരെ ഒരുപക്ഷെ ഓരോ അച്ഛനോടും പറയാൻ പാടില്ലാത്ത തരത്തിലാണ് ഈ മരണവാർത്ത അറിയിച്ചത് പോലും അങ്ങനെയാണ്. ഇന്നലെ നിങ്ങൾ ചെന്ന ശേഷം ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവര് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നതായിട്ടുള്ള യാതൊരു പ്രതിവിധി അവിടെ കാണാനില്ല. ഒരു അധ്യാപകനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ ആരും തന്നെ ഈ ബോഡി കിടക്കുന്ന മോർച്ചറിയുടെ ഭാഗത്തേക്കോ മറ്റാരും അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നതേ ഇല്ല എന്നുള്ള മട്ടിലാണ് അവിടുത്തെ അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ നിന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഇയാളെ ഈ റാമിനെ അവിടുത്തെ മാനേജ്മെൻറ്റിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്ക് പേടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവൻ ഇത്ര കണ്ട് ഇവനെ പല പ്രാവശ്യവും നിതിൻ രാജിനെ ഇങ്ങനെ ആക്ഷേപിച്ചവൻ പരാതി കൊടുത്തിട്ടും ആ പരാതി പുറം ലോകം കാണാതെ അവിടെ അതിനകത്ത് വെച്ച് തന്നെ അവരതിനെ കുഴിച്ചു മൂടി. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഈ അധ്യാപനെക്കുറിച്ച് മറ്റ് യാതൊരു വിധമായ പരാതികൾ നാളിതുവരെ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ 3 മാസമേ ആയുള്ളൂ. അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ 10 വർഷമായി അവിടെ ഇരിക്കുന്ന ഒരു പ്രൊഫസറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് റാമിനെക്കുറിച്ച് ഇത്തരത്തിൽ യാതൊരുമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, ഇല്ലല്ലോ, ഇത് പരാതികൾ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷം ഒരു പരാതിയും വരാത്തത് കൊണ്ടാണോ റാമിനെ എന്ന് പറയുന്ന ആ പ്രൊഫസറെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ അയാൾ നല്ലവനായിട്ടാണോ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ള കാര്യം അറിയില്ല. അയാളൊരു ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്നുള്ളത് അവിടുത്തെ എല്ലാ പെൺകുട്ടികൾ അവിടുത്തെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോൾ ഈ കുട്ടികൾ പലരോടും ചോദിച്ചപ്പോൾ ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടാൻ കഴിയില്ല എന്ന് ഞങ്ങൾ മാനസികമായി വളരെ പ്രയാസപ്പെട്ടിറങ്ങിയപ്പോൾ 4 പെൺകുട്ടികൾ അവരെവിടത്തുകാരിയാണെന്നോ അവരുടെ പേരെന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അവർ ഞങ്ങളുടെ മാമ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞത്, ആ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞത്, ഈ റാമെന്ന് പറയുന്ന ആ സാറ് ആൺപിള്ളരെയും പെൺപിള്ളരെയും ഒരേപോലെ അയാൾ കരാസ ചെയ്യും. അവരെ ഏതെല്ലാം രീതിയിൽ മാനസികമായി പീഡിപ്പിക്കാൻ കഴിയുമോ അത് ചെയ്യും. ഇയാളെ തന്നെ ഈ നിതിൻ രാജിനെ തന്നെ ക്ലാസ്സിൽ വെച്ച് പരസ്യമായിട്ട് ഞങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ നീ ഒരു പുഴുത്ത പട്ടിയാണടാ, നീ പട്ടികജാതിക്കാരനല്ലേടാ, നീ ഒന്നും സാമ്പത്തികമായി ഒന്നും ഇല്ലാത്തവനല്ലേടാ, നിനക്ക് MBBS പഠിക്കാൻ യോഗ്യത ഇല്ലടാ എന്ന് പറഞ്ഞ് നിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ നിനക്ക് മാർക്ക് കുറയ്ക്കും, നിനക്ക് മാർക്ക് ഇടൂലടാ എന്ന് പറഞ്ഞ് അയാളെ മാനസികമായി വേദനിപ്പിക്കാവുന്ന രംഗങ്ങൾ പല പ്രാവശ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിൽ മാനേജ്മെൻറ്റും റാമും കൂടെ ഈ മാനേജ്മെൻറ്റും ഈ റാമും കൂടെ നിൽക്കണം മാനേജ്മെൻറ്റും റാമും കൂടെ കൂടി ചേർന്ന് യവൻ്റെ ജീവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പകരം അവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ഡൊണേഷൻ കിട്ടുമെന്നുള്ള ഉദ്ദേശം ഉണ്ടോ എന്ന് വരെ ഈ കാരണങ്ങളുമായി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട്. ശരി, മനസ്സിലായി. നമ്മളോടൊപ്പം ശ്രീമതി ഷീബ കൂടിയുണ്ട്. മനസ്സിലായി സർ, മനസ്സിലായി. ഞാൻ അങ്ങയിലേക്ക് വരാം കേട്ടോ. ശ്രീമതി ഷീബയുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ശ്രീമതി ഷീബയെ ഞങ്ങൾ കണ്ടത് നിതിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ താങ്കളും പറയുണ്ടായി ഞാൻ എവിടെയും പോകാറില്ല, പക്ഷേ എൻ്റെ അതേ ദുഃഖമുള്ള മറ്റൊരു അമ്മയെ കാണാൻ വന്നതാണെന്നാണ്. ഒരുപാട് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു, വലിയ വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ അതിനൊക്കെ ഒടുവിൽ 2 വർഷത്തിനിപ്പുറം
കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്ന് നേരിട്ട് അറിയാവുന്ന ആളാണ് താങ്കൾ. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് അറിയുന്നത് ഒരു കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ ഒരു 7 അംഗ സംഘം അന്വേഷിക്കും, വിശദമായ അന്വേഷണം നടത്തുമെന്നൊക്കെയാണ്. ഈ അന്വേഷണം കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മകന്റെ ജീവൻ അപ്പുറത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീമതി ഷീബ? ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എന്ത് നടക്കരുത് എന്ന് ഈ 2 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചുവോ അത് തന്നെ വീണ്ടും നടന്നിരിക്കുന്നു. അതിനുള്ള ഒരു കാരണം നമ്മുടെ ശിക്ഷാ നടപടികളുടെ ഇളവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ അന്വേഷണം നടത്താൻ തുടങ്ങിയെന്ന് പറയുന്നു. അത് ഏതുവരെ പോകും എന്നറിയില്ല. ഈ തെളിവുകൾ നശിപ്പിക്കാൻ അതിനകത്ത് മറ്റുള്ള ഒരാളെയും കയറ്റുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അവരുടെ ഒരു ടീം അതിനകത്തുണ്ട്, കോളേജിനകത്ത്, അതാ അവിടെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആർക്ക് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിക്കാൻ കഴിയില്ലേ ആ സമയത്ത്? അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഒരു ചുറ്റുപാടിനകത്തെല്ലാം നിൽക്കില്ലേ? പൂക്കോട് നടന്നതും അതാണ്. അന്നത്തെ ദിവസം രാത്രി ആ റൂം വരെ ആ രക്തക്കറകൾ ഒലിപ്പിച്ച് കളയത്തക്ക രീതിയിൽ കഴുകി ഇറക്കി. കുട്ടികളെ കൊണ്ട് ഈ 2 അധ്യാപകരും, ഡീനും അസിസ്റ്റന്റ് വാർഡനും, MK നാരായണനും കാന്തനാഥനും, ഇപ്പോൾ അവരവിടെ ഇരിക്കുന്നു. അവർ അത്രയും നല്ല സൗകര്യത്തിൽ അന്ന് സസ്പെൻഷൻ എല്ലാവരും, ഞങ്ങളും സന്തോഷിച്ചു, ഇത് നീതി കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അവരെ ആ കുറ്റവാളികളെ ലോകം അറിയണം, അവരിനി കയറരുത്. പക്ഷെ 1 മാസത്തിനകത്ത് അവർ തിരികെ കയറാൻ എല്ലാ പഴുതും അടച്ച് തിരികെ കയറാൻ തീരുമാനിക്കുന്നു. ഞങ്ങളതിന് ബഹുമാനപ്പെട്ട ഗവർണറായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം തിരികെ കയറ്റുന്നത് നിർത്തി. വീണ്ടും അവർക്ക് വേണ്ടി നിയമപരമായി പോരാടാൻ വരെ അതിനകത്ത് ബക്കറ്റ് പിരിവ് വരെ നടത്തി. ഈ പൂക്കോടായാലും ഈ സ്ഥാപനത്തിനകത്തേക്ക്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്ക് ഒരു വെളിച്ചം പോലും വീഴുന്നില്ല. അവിടെ നിന്നുള്ള പരാതികൾ പുറം ലോകം അറിയുന്നില്ല, അത് അവിടെ തന്നെ ഒതുക്കി തീർക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരാതെ ഇങ്ങനെ ഏറ്റവും മോശമായ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ മാത്രം, അല്ലെങ്കിൽ സംഭവിക്കരുതാത്തത് സംഭവിക്കുമ്പോൾ മാത്രമേ ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് ഷീബ? ഇത് പുറത്ത് 130ഓളം കുട്ടികളാണ് പൂക്കോട് ഇത് കണ്ടുകൊണ്ടിരുന്നത്. 3 ദിവസം മോനെ ചെയ്ത ക്രൂരത കണ്ടുകൊണ്ടിരുന്നത് 130ഓളം കുട്ടികളാണ്. അവർ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും 1ഓ 2ഓ ഫോണൊക്കെ കാണും. എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല? അതിന് കാരണം പേടിയാണ് അവർക്ക്, അവരെ സംരക്ഷിക്കാൻ. അല്ലെങ്കിൽ ഇതിൽ അവിടെ സീനിയേഴ്സിനെയും അധ്യാപകരെയും ഇവിടെ അധ്യാപകരെ സംരക്ഷിക്കാൻ ഒരു വലയമുണ്ട്. ഇത് പുറത്തു പോയാൽ അവരുടെ ഭാവി, അവരുടെ പരീക്ഷ, അല്ലെങ്കിൽ ഒരു കുട്ടി വിചാരിക്കും ഞാൻ എത്രയോ കഷ്ടപ്പെട്ട എൻട്രൻസ് ചെയ്ത് കയറിയത്, അത് നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അത്രയും സഹിക്കുന്നു. അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ അവരവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഈ ഒരു പേടി, ഇതുള്ള കാലം അവരാരെ പേടിക്കുന്നു എന്ന്, അതുള്ള കാലം ഒന്നും അറിയാൻ പറ്റില്ല, പുറത്തു പറയാനും പറ്റില്ല. നമ്മൾ നമ്മുടെ മക്കളെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. അവിടെയുള്ളവർ തന്നെ അവരുടെ മരണത്തിന് ഉത്തരവാദികളാവുക എന്ന് പറയുമ്പോൾ അത് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതിപ്പോൾ അത് തന്നെ വീണ്ടും സംഭവിക്കുമ്പോൾ ഇവിടെ എവിടെ വെച്ച് ഇത് തിരുത്തൽ തുടങ്ങും? ഷീബയ്ക്ക് ഈ 2 കൊല്ലത്തെ അനുഭവം കൊണ്ട് എന്താ തോന്നുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞാൽ, ഞങ്ങൾ ചെറുതിലെ നമ്മളെല്ലാവരും പഠിച്ചു വരുന്നത് അധ്യാപകർ, അവരുടെ കയ്യിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കുമെന്ന് പണ്ട് മുതലേ നമ്മൾ കേട്ടതും കണ്ടതും പഠിച്ചതും ഒക്കെ. അവരുടെ കയ്യിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും. അല്ലെങ്കിൽ അവിടെയാണ് അവർ വളരേണ്ടത്, കൂടുതലും അവരുടെ അടുത്ത. അപ്പോൾ അവർ തന്നെ കൊലയാളികൾ എന്നറിയുമ്പോൾ നമ്മുടെ കുട്ടികളെ എവിടെ കൊണ്ട്, എന്ത് സമാധാനത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ വിടും? എന്ത് ധൈര്യത്തിലാണ് ഇത്രയും പേടിച്ച് പഠിക്കണ കുട്ടികൾ എന്തിനവരിങ്ങനെ പേടിച്ച് പഠിക്കുന്നു? അപ്പോൾ ഒരു ദിവസം ചെന്ന് കയറുമ്പോൾ അതിന് മുൻപേ കുട്ടികൾ പേടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതൊരു ചെയിൻ സിസ്റ്റമാണ്. അങ്ങനെ പോകാവൂ, അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാതെ, അല്ലെങ്കിൽ അവരെ പേടിക്കാതെ പുറത്തു പറയാനുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കൊടുക്കുന്നുവോ
അതിപ്പോൾ ആര് കഴിയുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ ജനങ്ങളുടെ ഭാഗത്തു നിന്നോ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഉണ്ടാകുന്ന തെറ്റ് പുറത്തു പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് ഇത് നിൽക്കും. പക്ഷെ അവർ പറയില്ല. അവരുടെ ജീവിതമാണത്. അവരെത്രയോ കാലം കൊണ്ട്, അല്ലെങ്കിൽ ആ കുടുംബം വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞു വിടില്ലേ, മോനെ കിട്ടിയതാ, നല്ലൊരു അഡ്മിഷൻ കിട്ടിയതാ, നല്ലപോലെ പഠിക്കണം, ഇതൊക്കെ അവരുടെ മനസ്സിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒതുക്കേണ്ടി വരും കുറേയൊക്കെ. അതെന്നും ഒരു ധൈര്യത്തോടെ ഒരു കുട്ടി പുറത്ത് പറയുമോ? അവിടെ ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും പറയാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്നുവെങ്കിൽ അന്ന് തീരും ഇത്. ശരി സഞ്ജീവ്, ഈ എന്നും സിദ്ധാർത്ഥൻ്റെ അമ്മ സംസാരിക്കുമ്പോൾ അത് വേദനയോടെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഒരു മിടുക്കനായ ഒരു കുട്ടി, ഇപ്പം നിതിൻ, സിദ്ധാർത്ഥൻ, പേരുകൾ വേറെയാണെങ്കിലും ഏതാണ്ടൊക്കെ അനുഭവങ്ങൾ ഒന്നാണ്. അവിടെ ഒരിടത്ത് SFI കൂടി ആരോപണ വിധേയരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 വർഷം കഴിഞ്ഞു, ആർക്കും ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് ഈ കുടുംബത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിതിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. നമുക്ക് കേന്ദ്ര നിയമങ്ങളെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ മാറിയ ക്യാമ്പസുകളെ പറയാം. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരിടത്ത് പോലും നമുക്കൊരു മാറ്റവും വരുത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ തോൽവിയായി തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? ഒരു കുട്ടിക്ക് പേടിയോടെ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലൊരു ക്യാമ്പസിലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇനി അനുവദിക്കാൻ പറ്റും? ഒരു വിദ്യാർത്ഥിയും കേരളത്തിലെ ഒരു ക്യാമ്പസിലും പേടിയോടെ പഠിക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇത് ആത്മാർത്ഥമായും കഴിഞ്ഞ 5.5 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെ 2 വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്ലോറുകളിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ഉൾപ്പെടെയുള്ള പലരും അന്വേഷിച്ചും മറ്റു കാര്യങ്ങളും അന്ന് ഏകദേശം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനുള്ള നിലപാട് മാത്രമല്ല, ഞങ്ങൾ അന്നും പറഞ്ഞു അതിൽ ശക്തമായ നിലപാടെടുക്കണം, അന്വേഷിക്കണം, അതിൽ കുറ്റക്കാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണം. അതിൽ നിന്നും ഒരു വ്യത്യസ്ത അണുവിട മാറിയിട്ടുള്ള നിലപാട് ഞങ്ങൾക്കിപ്പോഴുമില്ല. അത് ആ നിലയിൽ തന്നെ ഞങ്ങൾ ഉയർത്തുകയാണ്. എന്നാൽ അത് ഞങ്ങളുടെ പൊതുവിൽ അത് SFIയുടെ പൊതുധാരണയാണെന്നും പൊതു രാഷ്ട്രീയവും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അത് പ്രതിരോധിക്കേണ്ടി വരും. അത് പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഇത്തരത്തിൽ ഒരു അരാഷ്ട്രീയ ബോധം എല്ലാവർക്കും അവകാശമുണ്ടെന്നും, ഇവിടെ പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവർക്കും ആ ബോധ്യം ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ ഒരു വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള എല്ലാവിധ സർക്കംസ്റ്റാൻസസും അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റും ക്യാമ്പസ് അന്തരീക്ഷത്തിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരുപാട് സ്വകാര്യ ക്യാമ്പസുകളുണ്ട് എന്നുള്ളതാണ്. ആ സ്വകാര്യ ക്യാമ്പസുകളും അത്തരത്തിലുള്ള ക്യാമ്പസുകളിലെ അന്തരീക്ഷവും മാറേണ്ടതുണ്ട്. അതിന് ഒട്ടനവധി ഇടപെടലുകളും നിയമനിർമ്മാണവും ഒക്കെ നടത്തിയിട്ടുള്ള നാടാണ്. അപ്പോൾ അത് കേവലം നിയമനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിപ്പോൾ ഒരു ബോധത്തിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ള ഭാഷയും അദ്ദേഹത്തോട് ഇടപെട്ടിട്ടുള്ള ഒരു രീതിയുമാണ്. ആ രീതി ഒരിക്കലും ഒരു അധ്യാപകന് ചേർന്നതല്ല. അദ്ദേഹത്തെ അധ്യാപകൻ എന്ന് തന്നെ വിളിക്കണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെ വിളിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അധ്യാപനം അത്തരത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ പ്രക്രിയയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അടുത്ത തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ട അധ്യാപനം തന്നെ ആ തലമുറയെ ഇല്ലാതാക്കുന്ന നിലപാടെടുത്താൽ എന്ത് ചെയ്യും? പിന്നെ ആരെ എവിടെ കാണും? ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ക്യാമ്പസ് അന്തരീക്ഷം തന്നെ ഇങ്ങനെയായാൽ എങ്ങനെ മാറും? അപ്പോൾ ആ നിലയിൽ ഇത്തരം ക്യാമ്പസുകളിൽ സഞ്ജീവ്, നമ്മൾ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇതിന് ഒരു പരിഹാരം വേണ്ടേ? ഇനി ഒരിക്കലും രോഹിത് വെമുല തൊട്ട് നമുക്കറിയാം 10 വർഷം കഴിഞ്ഞു പോയി. അന്ന് തൊട്ട് നമ്മൾ പറയണ്ടേ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ പക്ഷേ കേരളത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമാണ് സ്ഥിതി. നമ്മൾ ഇതൊന്നും ഉണ്ടെന്ന് അംഗീകരിക്കാത്തൊരു സമൂഹമാണ്. നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം വേർതിരിവുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ പറയുമോ എന്ന ആശങ്കയോടെ, അല്ലെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടെ കാണുന്ന ഒരു സമൂഹമാണ്. ഇന്നിപ്പോൾ ഈ വാർത്ത കേട്ടപ്പോഴും എത്രയോ പേർ പറഞ്ഞു കാണും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുമെന്ന്. പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന യാഥാർത്ഥ്യം നേരിട്ടറിയാവുന്നവരാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ പാനലിൽ ഇരിക്കുന്നവരെങ്കിലും. അങ്ങനെയൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ തൊട്ടു മുമ്പാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പോലും കൈകാര്യം ചെയ്തത് സാമുദായികപരമായിട്ടാണ്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും അതെ. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ലാന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിലും ഇടതുപക്ഷ സംഘടന എന്ന നിലയിലും ഞങ്ങൾ പറയുന്നു, മനുഷ്യരെ മനുഷ്യരായി കാണാൻ ഞങ്ങൾ എത്ര കാലമായി ആഹ്വാനം ചെയ്യുന്നു, എത്ര കാലഘട്ടത്തിൽ ഇടപെട്ടു. അപ്പോൾ പല കാരണങ്ങളും വെച്ച് വിദ്യാർത്ഥികളുടെ യൂണിഫോം തൊട്ട് വിദ്യാർത്ഥികളുടെ പഠനം തൊട്ട് സിലബസ് തൊട്ട് എല്ലാത്തിലും ഇവർക്കൊക്കെ ഇടപെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും ഇവർ ഇടപെടണമെന്ന് മാത്രമല്ല, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ശക്തികൾ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടപ്പോൾ വിമോചന സമരം തൊട്ട് ഈ നാട്ടിൽ സൂംബ ഡാൻസിന് വരെ സമരം ചെയ്ത ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ ഈ പാനലിലും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ രജനീയസ് ആനന്ദ് മരിച്ചു വീണ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. എന്താ രജനീയസ് ആനന്ദിൻ്റെ അനുഭവം?
വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടത്തിൽ രക്തസാക്ഷിയാണോ? അല്ല. എഞ്ചിനീയറിംഗിന്റെ പഠനത്തിന്റെ ഭാഗമായി തലവരി പണം കൊടുക്കാനില്ല എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നതാണ്. ആരാണ് സ്വയംഭരണ ക്യാമ്പസുകൾ കേരളത്തിൽ കൊണ്ടുവന്നത്? ഞാനൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇനി മുന്നോട്ട് പോക്കിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. പോക്കിന്റെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിനെ ദുർബലപ്പെടുത്തുകയാണ്. ഇപ്പൊ സ്വകാര്യ ക്യാമ്പസുകളിലേക്ക് എവിടെയും കടന്നു ചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ സ്വകാര്യ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയോ വിലക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ വേണ്ട. അല്ല, പൂക്കോട് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ പറയാണല്ലോ അത്തരത്തിലുള്ള നിലപാട്. അത് നിങ്ങൾ ഒരു വിഷയത്തെ ഉൾപ്പെടുത്തി ഇത് അല്ല, ഞാൻ പറയുന്നത് രാഷ്ട്രീയമില്ലാത്തതാണ് പ്രശ്നം എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. നമ്മളൊക്കെയും പറയാറുണ്ട് രാഷ്ട്രീയമില്ലാത്തതാണ് പ്രശ്നം. പക്ഷേ പൂക്കോട് വെറ്ററിനറി കോളേജിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. വളരെ ശക്തമായ രാഷ്ട്രീയ സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു കുട്ടിക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. അല്ല, അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തികൾക്ക് സംഭവിച്ച ഒരു പ്രശ്നത്തെ അത് പൂർണ്ണമായും ഒരു സംവിധാനത്തിൻ്റെയും ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെയും മുഴുവൻ പ്രശ്നമാണെന്ന് പറഞ്ഞ് തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് മറ്റൊരു തരത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയുള്ളൂ, ഇത്തരം ശക്തികളെ സഹായിക്കുകയുള്ളൂ. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, അത്തരത്തിലൊരു തെറ്റായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും തയ്യാറാവില്ല. ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം തയ്യാറാവുന്നു ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ ഈ തരത്തിൽ ഇടപെട്ടിരിക്കണം. പക്ഷെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഇത്തരം വിഷയങ്ങളിൽ നിയമനിർമ്മാണം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നാട്ടിലെ നമുക്കൊരു കോടതി വിധികളെ എടുത്ത് പരിശോധിക്കാം. കോടതി വിധികൾ പൂർണ്ണമായും ഇത്തരത്തിൽ സ്വകാര്യ ക്യാമ്പസുകളിൽ ഈ തരത്തിൽ തന്നെ മതി, ഒരു അച്ചടക്കത്തിന്റെ ഒരു ഫാം ഹൗസുകളാക്കി മാറ്റിയാൽ മതി. ഓട്ടോണമസ് കോളേജുകൾ സംസ്ഥാനത്തെമ്പാടും വാരിക്കോരി വിതരണം ചെയ്യുന്ന വിധത്തിലേക്ക് കോടതികൾ വിധി പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിന് പോലും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ നിയമനിർമ്മാണ സമിതികളെ പോലും സഭകളെ പോലും നോക്കുകുത്തിയാക്കി ചിലരൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടുകയാണ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ഇടപെടലിനെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. പക്ഷെ അതിൽ ആന്തരികമായി അന്വേഷണം നടത്തണം. എന്താണ് യഥാർത്ഥത്തിലെ വിഷയമെന്ന് മനസ്സിലാക്കണം. എന്താണ് തലമുറക്ക് ആവശ്യമെന്നുള്ളത് തിരിച്ചറിയണം. ഈ അധ്യാപകൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ബോധ്യം എന്താണെന്ന് തിരിച്ചറിയണം. നിങ്ങളെല്ലാം നോക്കിയാൽ മതി. രാജ്യത്തെ IIT IIM വേറെ എവിടെയും പോകണ്ട. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും ഇല്ലല്ലോ, മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനമില്ല. IIT-ലും IIM-ലും ഈ കാലഘട്ടത്തിൽ മരിച്ചത് 46 കുട്ടികളാണ്. എല്ലാം സൂയിസൈഡാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സാണ്. ഫാത്തിമ ലത്തീഫ് കേരളത്തിന്റെ അനുഭവമാണ്. എന്നാൽ അതുപോലെയുള്ള ഒട്ടനവധി IIT IIM ആ നിലവാരത്തിലെ ക്യാമ്പസുകളുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ നിലയിലേക്ക് ക്യാമ്പസിന്റെ അന്തരീക്ഷം മാറാനുള്ള ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അന്തരീക്ഷം, ആ സാമൂഹ്യ അന്തരീക്ഷം പൊതുവിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ അതിൽ രാഷ്ട്രീയമില്ല എന്നൊന്നും കരുതരുത്. അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസത്തിന്റെ ഒരു ഉപോൽപ്പന്നാണ്. ആ ഉൽപ്പന്നാണ് വന്ന് ക്യാമ്പസിൽ കിടക്കുന്നത്. അതിന്റെ ആളുകളാണ് ഏജന്റുമാർ. ആ ഏജന്റുമാരാണ് താൽക്കാലിക VC-മാരും രജിസ്റ്റർമാരും, അവർ നിയമിക്കുന്ന ഡീൻമാരും. അവരിടപെടില്ലേ? അവരുടെ നയ സമീപനങ്ങളൊക്കെ ഇതായിരിക്കില്ലേ? അതുകൊണ്ടല്ലേ കാര്യവട്ടത്ത് ഒരു 20 വർഷം സംസ്കൃതം പഠിച്ച ഒരു കുട്ടിയുടെ മുഖത്തോക്കി അത് പറഞ്ഞത്. അങ്ങനെ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അധ്യാപകർ ഈ കേരളത്തിലില്ലേ? അത്യാവശ്യമായിട്ട് ഒരു ഇടവേള എടുക്കണം സജീവ്. ഇടവേളയ്ക്ക് ശേഷം ഇതിന് മറുപടി പറയാൻ ആനും ഉണ്ടാകും, ഒപ്പം സിദ്ധാർത്ഥന്റെ അമ്മയ്ക്കും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അനുഭവങ്ങൾ പറയാൻ എന്തായാലും അനുവിനും കഴിയും. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഒന്നായ MG സർവകലാശാലയിൽ റിസർച്ച് സ്കോളറാണ് നമ്മളോടൊപ്പം പാനലിലുള്ള അനു സണ്ണി. അനു, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കോളറായി എത്തുന്ന ഒരാളാണ്. അനുവിൻ്റെ അനുഭവം എന്താണ്? നമ്മളിപ്പോൾ ഈ സംസാരിച്ചതുപോലെ രാഷ്ട്രീയമുണ്ട്, അത്തരം ക്യാമ്പസുകളിൽ അനു പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർതിരിവുകൾക്കൊക്കെ അപ്പുറത്ത് ഒരു ഈക്വലായി വിദ്യാർത്ഥികളെ കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ ചില അധ്യാപകർക്കെങ്കിലും അങ്ങനെ ഒരു കണ്ണടയുടെ കുറവുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമല്ല, ഉണ്ടെന്ന് തന്നെയാണ് ജീവിത സാക്ഷ്യം എന്ന് വേണേൽ പറയാം. ഞാൻ കേവലം ഒരു ദളിത് വിദ്യാർത്ഥി മാത്രം കൂടിയല്ല, ഞാനൊരു ക്യൂർ വിദ്യാർത്ഥിയാണ്, ഞാനൊരു നോൺ ബൈനറി മനുഷ്യനാണ്. അതായത് ജീവിതത്തിലുടനീളം എൻ്റെ വിദ്യാഭ്യാസ രീതിയിൽ ഈ റിസർച്ച് സ്കോളർ വരെ എത്തി നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൂടെയും എൻ്റെ ശരീരത്തിലൂടെയും കയറിപ്പോകാത്ത രാഷ്ട്രീയങ്ങളില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയങ്ങളും, അതിപ്പം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടായിക്കോട്ടെ, ജാതിബോധമായിക്കോട്ടെ, ഈ എല്ലാ നോട്ടങ്ങളും കാഴ്ചകളും എല്ലാവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളും അനുഭവിച്ചിട്ടുള്ള, ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിതിൻ രാജ്, സിദ്ധാർത്ഥ് എന്നീ വ്യക്തികൾക്കൊന്നും ഞാനിത് കാണുകയും ഞാനിത് വിഷമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഈ മരിച്ചു പോയിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ആത്മശാന്തി നേരില്ല. കാരണം അവർക്ക് ശാന്തത ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് തീർന്നു കിട്ടണം എന്നുള്ളതാണ്. അവരിത് എടുത്തൊരു നിമിഷം, ഞാനിപ്പം വെമൂലയെ ഓർക്കുകയാണ്. വെമൂല മരിക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്, ഈ നിമിഷം എനിക്ക് വേദനയില്ല,
ഞാൻ ദുഃഖിതനുമല്ല, ഞാൻ വെറും ഒരു ശൂന്യതയിലാണെന്നുള്ളതാണ്. എത്രമാത്രം തീവ്രതയിലാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി. ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും നല്ലതുണ്ടാകും, എൻ്റെ കുടുംബത്തിന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും, ഈ വിദ്യാഭ്യാസം എന്നെ സഹായിക്കും എന്ന് വിചാരിച്ച് പഠിക്കുന്ന ആണും പെണ്ണും ട്രാൻസും ക്യൂറുമായിട്ടുള്ള ഏത് വിദ്യാർത്ഥിയും, അത് ഏത് OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, അവരുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്ന ഏത് വിദ്യാർത്ഥിയാണെങ്കിലും മുന്നോട്ട് പോകുന്ന സമയത്ത് അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു മിസ് പറയുന്നതാണ്, നമ്മളൊരിക്കലും ഒരു അടിച്ചമർത്തലുള്ള, നമ്മളൊരു മാർജിനലൈസ് വിഭാഗമല്ല, നമ്മളൊരു മാർജിനലൈസ്ഡ് വിഭാഗമാണ്. അടിച്ചമർത്തപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. അതെൻ്റെ ഐഡൻറ്റിറ്റി അല്ല, അത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമല്ല. ആ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മളെ കാണുകയും ഒരു സ്ത്രീ ആയതിൻ്റെ പേരിൽ, ഒരു ദളിത് ആയതിൻ്റെ പേരിൽ, ഒരു ഷെഡ്യൂൾ ട്രൈബ് ആയതിൻ്റെ പേരിൽ, ഷെഡ്യൂൾ കാസ്റ്റ് ആയതിൻ്റെ പേരിൽ, ഒരു ട്രാൻസ് ആയതിൻ്റെ പേരിൽ നിരവധി സമയങ്ങളിൽ വിദ്യാഭ്യാസം നിഷേധിക്കുകയും വിദ്യാഭ്യാസ ഇടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ വിദ്യാഭ്യാസം കേവലപരമായിട്ടുള്ള പുസ്തകങ്ങൾ പഠിച്ച് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാകുന്നത് മാത്രമല്ല, അതിനൊരു സാമൂഹിക അന്തരീക്ഷം കൂടെ വേണം. അത് ഹോസ്റ്റലുകളിലും അത് സ്കൂളുകളിലും എല്ലായിടത്തും ഉണ്ടാകണം. അവിടെ നിരന്തരമായിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ അധ്യാപകരും നമ്മുടെ സഹപാഠികളും എല്ലാം മറ്റൊരു കണ്ണിലൂടെ നമ്മളെ കാണുമ്പം, നേരത്തെ PS സഞ്ജയ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു ബോധത്തെക്കുറിച്ച്. ആ ബോധം എടുത്തു പറയേണ്ടതിന് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആ ബോധത്തിൻ്റെ പേര് ജാതി ബോധം എന്നാണ്. ആ ജാതി ബോധം കാരണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള 2014 മുതൽ 2021 വരെ നമ്മുടെ ദേശീയ സർവകലാശാലകളിൽ നിന്നുള്ള 122 വിദ്യാർത്ഥികളെയാണ്. ആ വിദ്യാർത്ഥികളിൽ 71 പേര്, അതായത് 71 പേര് ഈ 122-നകത്തുള്ളത് ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. 58% ആളുകൾ OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇതെല്ലാം തന്നെ ജാതീയമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന കൊലകളാണ്. അത് ആത്മഹത്യകളല്ല, അത് കൊലപാതകങ്ങളാണ്. ഇവിടെ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. ഞാൻ സിദ്ധാർത്ഥിൻ്റെ അമ്മയോടും ഞാൻ നിതിൻ്റെ അമ്മാവനോടും എല്ലാ മനുഷ്യരോടും ഈ ജാതിയുടെ പേരിൽ മരണപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളോടുമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മക്കൾ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുകയല്ല, നിങ്ങളുടെ മക്കൾ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് അവരുടെ തെറ്റല്ല, അവർ തെറ്റുകാരായിട്ട് മരിക്കുന്നതല്ല. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന, കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത, സത്യമാണോ എന്നറിയാൻ പറ്റാത്ത ഒരു ബോധം, ആ ബോധം മറ്റുള്ളവർ നിങ്ങളുടെ മക്കളിലോ അല്ലെങ്കിൽ എന്നിലോ കാണുമ്പോൾ, ഞാൻ അനുഭവസ്ഥ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ആദ്യം പഠിച്ചത് +2 നവോദയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അതിനെ കുറ്റം പറയുകയല്ല. ഞാനൊരു നവോദയൻ സ്റ്റുഡൻ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നവോദയ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചിരുന്നുള്ളത്. എത്രയോ ദിവസങ്ങളിൽ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എത്രയോ ദിവസങ്ങളിൽ എൻ്റെ പൊങ്ങിയ പല്ലിനെക്കുറിച്ചിട്ടുള്ള സ്റ്റാഫ് റൂം ചർച്ചകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പഠിക്കാനായിട്ട് നന്നേ കുറച്ച് പുറകോട്ടുള്ളൊരു വിദ്യാർത്ഥി ആയിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ടീച്ചർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, നീ നെറ്റി കുറി വരയ്ക്കുന്ന സമയം മതിയല്ലോ നിനക്കൊരു തിയറി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ ശരീരത്തിലേക്കും അയാൾ വരയ്ക്കുന്ന കുറിയിലേക്കും ആ രാഷ്ട്രീയം പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് തിരിച്ചറിയാനുള്ള പ്രായമില്ല. എന്തിനാണ് ഇവരെന്നെ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ ബ്രാൻഡഡ് അല്ലാത്ത വസ്ത്രങ്ങളിൽ ഇവരെൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് കാണുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം നേരം വെളുക്കരുതേ, ബോംബ് വീണ് സ്കൂൾ തകരണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ടുള്ള അധിക്ഷേപങ്ങൾ ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. ഞങ്ങളുടെ അധ്യാപകർ എന്തിനാണ് പഠിക്കാൻ വിടുന്നത്? എൻ്റെ അമ്മ ഒരു സിംഗിൾ പാരൻറ് മീൻസ് അവർ വിഡോവാണ്. അപ്പം അവർ വളരെ പാത്രം തേച്ച് മഴിക്കുകയും അല്ലെങ്കിൽ വീട്ടുപണിയെടുത്തും ചാണകം കോരിയും ഒക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. അവരെൻ്റെ വിദ്യാലയത്തിൽ തുണി അലക്കുന്ന ജോലിക്കായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ സഹപാഠികളുടെ തുണി അലക്കുന്ന ധോബിയായിട്ട് എൻ്റെ അമ്മ എൻ്റെ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നിട്ടും എനിക്ക് റാഗിങ് നേരിടേണ്ടതുണ്ട്. എന്നെ കരിമ്പൂച്ച എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ട്. കരിമ്പൂച്ച, ഈ പറയുന്ന ജാതി. അന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്? അന്ന് ഞാൻ എന്തോ 8-ലോ 9-ലോ ആണ്. 8-ലാണ് ശരിക്കും. 8-ലായിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ജാതി എങ്ങനെ കടന്നു വരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. അത് 10-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് വന്ന് ആരാണ് സുരക്ഷിതരെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എത്രമാത്രം കപടത നിറഞ്ഞൊരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ പൊതു നറേഷനകത്ത്, ഞാൻ ഈ TV ആരെങ്കിലും എല്ലാവരും കാണുന്ന ഒരു ചാനലാണ്. ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഈ കപടത മറയ്ക്കും? എത്രമാത്രം നിങ്ങൾ ഈ പോപ്പുലർ നറേറ്റീവിനകത്ത് ഞങ്ങളെ ഒതുക്കും? ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ പഠിക്കുന്ന ആളുകളാണ്.
ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കയ്യാല കെട്ടാൻ പോയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ കയ്യാല കെട്ടാൻ പോയിട്ടുണ്ട്, ഞാൻ ചാണകം കോരാൻ പോയിട്ടുണ്ട്, ഞാൻ ഓട കോരാൻ പോയിട്ടുണ്ട്, ഞാൻ കാട് പറിക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ജോലികൾ ഇങ്ങനെയാണ്. എനിക്കൊരു സെയിൽസ് പേഴ്സൺ ആയിട്ട് കിട്ടില്ല ഒരു സ്ഥലത്ത്. കാരണം എന്നെ പല രീതിയിലും തടഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. എൻ്റെ നിറം, എൻ്റെ ശരീരം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ജാതി എല്ലാം ഉണ്ട്. എനിക്ക് കിട്ടുന്ന ജോലികൾ എന്താണെന്നും കൂടെ ആ സമയത്ത് നോക്കേണ്ടതുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവോദയ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ചെന്ന് ചേർന്നത്, എനിക്ക് പേരുകൾ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, NSS ചങ്ങനാശ്ശേരി NSSലാണ് ഞാൻ ചേരുന്നത്. BComന് എനിക്ക് അഡ്മിഷൻ കിട്ടി. SC കോട്ടയിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നവോദയയിൽ കുറച്ച് സേഫ് സോണിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ നായർ സർവീസ് സൊസൈറ്റി പോലത്തുള്ള കോളേജുകളിൽ വരുമ്പം എനിക്കിത് ഭയങ്കര ഷോക്കിങ്ങാണ്. കുറേ 7 വർഷം ട്രെൻഡുകളെക്കുറിച്ച് അറിയാതെയാണ് ഞാൻ ഭൂമിയിലോട്ട് വരുന്നത്, വെളിലോകത്തേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ എനിക്ക് സ്റ്റൈലും ഫാഷനും ഒന്നും അറിയില്ല. എൻ്റെ അമ്മ പാത്രം കഴുകാൻ പോയെടുത്ത് ആളുകൾ മേടിച്ചു കൊടുക്കുന്ന തുണിയും എൻ്റെ ശരീരത്തിന് ചേരുവോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്ത വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്. അവിടെ വെച്ച് ഒരു സാറ് നിരന്തരം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ 10-61 കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5-6 പേരേ ഉള്ളൂ SC റിസർവേഷന് വരുന്ന ആൾക്കാർ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ SC റിസർവേഷന് വരുന്ന കുട്ടികൾ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് സംഘം ചേരുകയും അവര് നിങ്ങളുടെ അവസരങ്ങളെല്ലാം തട്ടിയെടുക്കുന്നുള്ള ശുദ്ധ നുണകൾ നിങ്ങൾ ഇനി സംസാരിക്കാതിരിക്കുക. എന്റെ ഇത്രയേറെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ പറയുമ്പോൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അനു, എന്നോട് ദയവായി ക്ഷമിക്കണം ഒന്ന് ഇടപെടുന്നതിൽ. കാരണം ശ്രീമതി ഷീബയ്ക്ക് ഈ ചർച്ചയിൽ നിന്ന് പോകേണ്ടതുണ്ട്. എനിക്ക് ഷീബയോട് ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് ഷീബയെ അങ്ങ് വിടണം എന്നുള്ളത് കൊണ്ടാണ്. അനു, എന്നോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. ഈ അനുഭവം പറയുന്നതിൻ്റെ ഇടയിൽ ഇടപെടരുത് ആണ്. ശ്രീമതി ഷീബ, എനിക്കറിയേണ്ടത്, നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ വിഷമം അനുഭവിച്ചു കഴിഞ്ഞ് ഈ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു വശത്ത്. ആ കാലത്ത് ഇപ്പോൾ നേരത്തെ സഞ്ജീവ് പറഞ്ഞതുപോലെ എല്ലാ പിന്തുണയും അവർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ എനിക്കറിയേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ ശ്രീ വിശ്വംഭരനും കൂടെയുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് പേർ വാഗ്ദാനങ്ങളും ഒക്കെയായി വരും, അല്ലെങ്കിൽ കൂടെയുണ്ടെന്ന് പറയും. അതിനപ്പുറത്ത് ആ യാഥാർത്ഥ്യം എന്തായിരുന്നു? ആദ്യം മുതൽ തന്നെ നമുക്ക് സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നോടെ. നമ്മുടെ എല്ലാം വിറ്റുപറക്കി എന്ത് വേണോ ചെയ്ത് നമ്മൾ കേസ് നടത്താം. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാതിരുന്നോടെ. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ തളർത്തുക അല്ലെങ്കിൽ അതിനെതിരായിട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. തുടക്കം മുതൽ അന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം പറഞ്ഞതാണ്, ഇത് സ്വാഭാവികമായ ഒരു മരണം, ഇതിൽ വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നുമില്ല. അവിടെ തൊട്ട് തുടങ്ങിയതാണ്. ഈ 19 പ്രതികൾ, 19 അല്ല, കുറച്ച് പേര് പുറത്തുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം ആ രാത്രിയിൽ അവർക്ക് മനോധൈര്യം കൊടുക്കാൻ ആർഷോ അവിടെ എത്തിയിരുന്നു. അതറിഞ്ഞിട്ടുണ്ടോ? അതിനകത്തുള്ള ഇടിമുറികൾ, ആ ഹോസ്റ്റലിനകത്ത് ചെന്ന് കണ്ടിട്ടുള്ളവർ, ഒരു ദിവസമെങ്കിലും ചെന്ന് കാണണം ആരെങ്കിലും. ഈ കോളേജിൽ കയറാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്ന കോളേജുകളുണ്ട്, അവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, ഇവരന്ന് ചെന്ന് കയറണം. അതിനകത്തുള്ള രംഗങ്ങൾ, എൻ്റെ കുഞ്ഞ് റാഗിങ്ങിൻ്റെ ഭാഗമായി 250 മദ്യക്കുപ്പികൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ വില കൂടിയ സാധനങ്ങൾ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അടുക്കി വയ്ക്കാൻ പറഞ്ഞു. ഇതൊക്കെ അവിടുത്തെ റാഗിങ്. അവൻ പറയാ ഇതൊക്കെ ചെയ്യേണ്ടതാണ്, അല്ലാതെ റാഗിങ് അതൊരു നിയമമാണെന്ന്, അവിടുത്തെ നിയമങ്ങളാണ് അതെല്ലാം. അതൊക്കെ ചെയ്താൽ അടുത്ത സെക്കൻഡ് ഇയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഈ 19 പേര് പുറത്ത് നിൽക്കുന്ന പേരിൽ ഓരോരുത്തരും, എല്ലാ പേരും യൂണിയൻ ഭാരവാഹികളുമാണ്, SFI അംഗങ്ങളുമാണ്. അപ്പോൾ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രം ആരും പറയരുത്. സംരക്ഷണം അവർക്കുള്ളതുപോലെ ആ കുട്ടികൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഡീനും അസിസ്റ്റന്റ് വാർഡനും തൊട്ടടുത്ത മണ്ണുത്തി വെറ്റിനറി ഡീൻ്റെ നാരായണൻ്റെ വീടിനടുത്താണ്. അത്രയും സൗകര്യത്തിൽ ഒരു തിരിച്ചു വരവ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഒരു കാര്യം മാത്രം ചെയ്തിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളെ പുറത്താക്കി. ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ നിയമപ്രകാരം 5 വർഷത്തേക്ക് പുറത്താക്കണം എന്ന് പറഞ്ഞ കുട്ടികളെ കോളേജിൽ യൂണിവേഴ്സിറ്റി വെറും 3 വർഷത്തേക്കാക്കി കുറച്ചു. ഇനിയും ആ കുട്ടികൾ ഇപ്പോഴും കേസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പേരും അതിന് നമുക്ക് പറ്റുന്നിടത്തോളം കാലം, നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ എതിർത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും സത്യം തെളിയട്ടെ എന്നൊന്ന് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. CBIയുടെ അന്വേഷണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക്
ചെയ്യാമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും നേരെ അയച്ചത് കൊച്ചിയിലോട്ട്. അപ്പോൾ അത്രയ്ക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണോ, അതിൻ്റെ അറിവില്ലാത്തത് കൊണ്ടാണോ, അതോ അതുകൊണ്ട് അവിടെ വെച്ച് ലേഖ ചെയ്യാൻ സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടായി എന്നാണോ ഷീബ? എങ്ങനെയൊക്കെയോ നമ്മളെ എങ്ങനെയൊക്കെയോ തളർത്താം, എങ്ങനെ തളരും, അതിനവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് പേടിയില്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഞങ്ങൾക്ക് ഇനി ഇതിനപ്പുറം തളരാനും ഒന്നുമില്ല. ഞങ്ങൾ മുൻപോട്ട് തന്നെയാണ്. ഓരോ കോളേജിലും ഇടിമുറികൾ ചെന്ന് കാണണം. ഞങ്ങൾക്ക് ഈ കോളേജിനകത്ത് എന്തൊക്കെ നടക്കുന്നു ആ 21-ാം നമ്പർ റൂമിനകത്ത് കയറിയ. വളരെ നന്ദി ഷീബ ഞങ്ങളോട് സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളൂ, എനിക്കറിയില്ല, കുട്ടികൾക്ക് പേടിയായിരിക്കാം, ഇനിയുള്ള കുട്ടികൾക്ക് പേടിയായിരിക്കും. അതെ, ആ പേടി മാറ്റാൻ എന്ത് ചെയ്യാമെന്ന് മാത്രമാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനോളം ഒന്നും തിരിച്ചു നൽകാനാവില്ല. ഒരു സമാധാന വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ആൻഡ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകയാണ്. കേരളം അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ആളാണ്. ഈ ഇടിമുറികളും പേടി സ്വപ്നങ്ങളും ഇല്ലാത്ത ഒരു ക്യാമ്പസ് അത് നമുക്ക് സാധ്യമാണോ ആൻ? ശരി, ആനിലേക്ക് ഞാൻ എത്താം. നേരത്തെ അനു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇടപെടേണ്ടി വന്നത് ക്ഷമിക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇപ്പം നേരത്തെ സഞ്ജീവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു. ഇതിനോ അപ്പുറത്ത് MG യൂണിവേഴ്സിറ്റി പോലെ അവിടെ നിന്ന് നമ്മൾ ദീപ പി മോഹനൻ എന്നൊരു വിദ്യാർത്ഥി ഉയർത്തിയ ശബ്ദം നേരത്തെ കേട്ടിരുന്നു. അല്ലെങ്കിൽ കാര്യവട്ടത്തുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ സർവ്വസ്വാതന്ത്ര്യമുള്ള നമ്മുടെ സർവകലാശാല ക്യാമ്പസുകളിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിന് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന വ്യത്യാസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്ന് നിതിൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നത് എന്താ വെച്ചാൽ അവിടെ നിന്ന് ആർക്കും ശബ്ദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുണ്ടെങ്കിലും ഇന്റേണൽ മാർക്ക് എന്നൊരൊറ്റ ഉമ്മാക്കി കാണിച്ച് കുട്ടികളെ മുഴുവൻ പേടിപ്പിച്ചിരുത്തുന്ന സാഹചര്യമല്ലേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ചും ദളിത് ശരീരങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾക്കോ വലിയ പ്രസക്തികളൊന്നും തന്നെ കാര്യമായിട്ട് എനിക്ക് കാണാനില്ല. കാരണം രാഷ്ട്രീയങ്ങൾ മിക്കപ്പോഴും സംസാരിക്കുന്നത് ഒരു വർഗ രാഷ്ട്രീയമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷ രാഷ്ട്രീയമായിരിക്കും. ഇതിൽ ശരീര രാഷ്ട്രീയം സംസാരിക്കുന്നതും സത്വവാദ രാഷ്ട്രീയം സംസാരിക്കുന്നതും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു, ആർക്ക് വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള കാര്യം പലപ്പോഴും എനിക്ക് പോലും അറിയാറില്ല. ഞാനങ്ങനെ പൊതുസമരങ്ങളിൽ, വിദ്യാർത്ഥി സമരങ്ങളിൽ ബഹുഭൂരിപക്ഷമായിട്ട് പങ്കെടുക്കാത്തൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് വിമുഖതയോ എതിർപ്പോ ഒന്നുമില്ല. നേരത്തെ അന്നോട് ചോദിച്ചപ്പോൾ ഒരു റേഞ്ച് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഇപ്പോൾ അനു പറഞ്ഞു നിർത്തുന്നിടത്ത് നിന്ന് തന്നെ തുടങ്ങാം. എത്രത്തോളം അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയുന്നുണ്ട്? ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ അവർ തനിയെ മാർജിനലൈസ്ഡ് ആയതല്ലല്ലോ, പൊതുസമൂഹം മാർജിനലൈസ് ചെയ്തതാണല്ലോ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾക്ക് എത്രത്തോളം പറ്റുന്നുണ്ട്? പേടി ഇല്ലാതെ, ഇടിമുറികൾ ഇല്ലാത്തൊരു ക്യാമ്പസ് സാധ്യമാണോ എന്നതായിരുന്നു ഞാൻ നേരത്തെ അന്നോട് ചോദിച്ചത്. ശ്രീജ, ഇവിടെ ഈ ജാതിവെറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ജാതിവെറിയെ മറികടക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് അംബേദ്കർ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചത്. ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി കലാലയത്തിലേക്ക്, ക്യാമ്പസിലേക്ക് ചെന്ന ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി അവിടെ ജാതി അധിക്ഷേപം കൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ട, കൊല ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ വീണ്ടും കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് തന്നെ അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഇവിടെ രാഷ്ട്രീയ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറഞ്ഞതിന് മറുപടി പറയുക എന്നതിനപ്പുറം ചർച്ചയിൽ അതിനുശേഷം സിദ്ധാർത്ഥിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു. ഈ സംഭവം നടന്ന ദിവസം അവിടെ ആ ക്രിമിനലുകൾക്ക്, ആ SFI നേതാക്കൾക്ക് പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടി ആർഷോ എന്ന SFIയുടെ പഴയ നേതാവ് അവിടെ കടന്നു ചെന്നു എന്ന് എന്റെ ആരോപണം KSU ഉന്നയിക്കുന്ന ഒരു വിഷയമല്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് മറ്റാരും പുറത്ത് ചർച്ച ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സിദ്ധാർത്ഥിന്റെ മാതാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവര് ഇത്രയും രാഷ്ട്രീയം, ഇത്രയും ഷാർപ്പായി ഇപ്പോ പറയുന്നത് ഇനി വേറൊരു വഴിയില്ല. അവരുടെ മകനോട് നീതി കാണിക്കാൻ ഇനി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമായതുകൊണ്ടായിരിക്കാം ആ അമ്മ ഇത്രയും തുറന്ന് വ്യക്തമായി പറയുന്നത്. എന്റെ ഓർമ്മയിൽ ഈ സംഭവം, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ
സിദ്ധാർത്ഥിന്റെ അമ്മയോ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ SFIയുടെ ഭാഗത്ത് SFIയുടെ പ്രതിനിധി ചർച്ചയ്ക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം മനോരമ ചാനലിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഫ്സൽ എന്ന് പറയുന്ന CPIMന്റെ പ്രതിനിധി, SFIയുടെ പ്രതിനിധി സിദ്ധാർത്ഥിന്റെ അമ്മ ചർച്ചയ്ക്ക് ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം ആ കാരണം കൊണ്ട് ജോയിൻ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർത്തു. അപ്പൊ എത്രയോ ഡയറക്റ്റ് ആയിട്ടാണ് അവർ ആ ക്രിമിനലുകൾക്ക് 3 ദിവസം ആ ഒരു ശരീരത്തെ കീറി മുറിച്ച് റാഗ് ചെയ്ത ഒരു സംഭവത്തിന് പിന്തുണ കൊടുക്കുന്നത്, ആ ക്രിമിനലുകൾക്ക് പിന്തുണ കൊടുക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഇവര് രാഷ്ട്രീയ ആരോപണങ്ങൾ എങ്ങും തൊടാതെ ഉന്നയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, റേഞ്ചിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ് ആനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. അനു സണ്ണി, അനു ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയാണ് അവിടം വരെ എത്തിയത്. ഇപ്പോൾ ഒരു അധ്യാപകൻ വന്നു നിന്ന്, പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് യാതൊരു തരത്തിലുള്ള പരിശീലനവും കിട്ടാതെ, അവരൊക്കെ തീർത്തും പ്രൊഫഷണൽസ് ആണ്, പക്ഷെ അവർ അധ്യാപനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ അത് വേറെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവരൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ കൊച്ചുകുട്ടികളാണ്, ഇവരുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ആ പ്രായത്തിൽ എത്രത്തോളം താങ്ങാൻ കഴിയുമെന്നതൊക്കെ നമുക്കറിയാം. ഈ ജീവൻ അവസാനിപ്പിക്കുക എന്നതിലേക്കൊക്കെ എത്തുമ്പോൾ അതിന് മുൻപ് അവർക്ക് അപ്രോച്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? കൂടെ നിന്ന് സംസാരിക്കാൻ, ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു അധ്യാപകനെങ്കിലും ഉണ്ടോ? ഒരു കുട്ടിയുണ്ടോ? ഒരു സഹപാഠി ഉണ്ടോ എന്നതൊക്കെയാണ് ചോദ്യം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് നിലവിലുള്ള ഇക്കോസിസ്റ്റത്തിൽ മനുഷ്യത്വം ഒന്നൊന്ന് ഇല്ലാതാവുകയാണോ? ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ അത് ഭയങ്കര, ഞാൻ ചിരിച്ചത് കളിയാക്കി ചിരിച്ചതല്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇതടിക്കും. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ശരിയാണത്. അത് പറയാൻ ഭയങ്കര രസമാണ്. വെളിയിൽ നിന്നുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ചോദ്യം, ഈ ഭയം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകാത്തടത്തോളം കാലം അതൊരു തമാശയായിട്ടിരിക്കും എന്നുള്ളതാണ്. എനിക്ക് റാഗിങ് നേരിടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജാതീയമായി വംശീയമായി ഒരു 3 ദിവസത്തോളം എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഞാൻ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ പറയുന്ന ഇതുണ്ടായിരുന്നു, സെല്ലുണ്ടായിരുന്നു, കുട്ടികളുടെ ടെൻഷൻ മാറ്റാനായിട്ടുള്ള സെല്ലുണ്ടായിരുന്നു. ആ അധ്യാപികയെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ എന്നും കാണുന്ന അധ്യാപികയിലേക്കൊന്ന് എത്തും? എന്ത് പറഞ്ഞിട്ട് ഞാൻ എത്തും? കാരണം എന്തിനാണ് അവരെന്നെ തല്ലുന്നതെന്നോ എന്തിനാണ് അവരെന്നെ വഴക്ക് പറയുന്നതെന്നോ ഉള്ളൊരു ന്യായമില്ലാത്തൊരു കാര്യം. എന്തിനാണിപ്പം നമ്മുടെ ഈ നിതിൻ രാജിനെ പട്ടികജാതിക്കാരൻ എന്തിനാണ് ഇവിടെ പഠിക്കാൻ വരുന്നതെന്ന് പറയുന്നത്? എന്തിനാണ് വിപിൻ വിജയനോട് കേരള സർവകലാശാലയിലെ ആ ഒരു PhD സംസ്കൃത സർവകലാശാല നിന്നെപ്പോലുള്ള പുലേനും പറയനും എല്ലാം കയറി അശുദ്ധമായെന്ന് പറയുന്നത്? അത് ആരുടെ അടുത്ത് എന്ന് കംപ്ലൈൻറ്റ് ചെയ്യും? എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും? നമുക്കൊരു നിയമമുണ്ട്, SC/ST അട്രോസിറ്റി ആക്ട്, ജാതി പറഞ്ഞ് അവഹേളിക്കരുതെന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഒരു നിയമമുള്ളൊരു സ്ഥലത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ഹയർ അതോറിറ്റി അതേ കാര്യം നമ്മളോട് ചെയ്യുമ്പം നമ്മളിത് ആരുടെ അടുത്ത് എന്ന് പറയും? എങ്ങനെ ഇത് പറയും? സാർ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്നെ ഒരു അധ്യാപകൻ എന്നെ ഇങ്ങനെ വിളിച്ചു, എന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, എന്തൊരു നോൺസെൻസ് ആണത്. അത് എങ്ങനെയാണ്? ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു, പഠിക്കണ്ടായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. പഠിക്കണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവകാശങ്ങളും എല്ലാ കാര്യങ്ങളും അസമത്വവും നമുക്ക് ബാധിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. നമ്മൾ അതിനോട് മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ പിന്നെയും പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയായത്. എനിക്ക് ജാതി അധിക്ഷേപം നേരിട്ടു. എത്രമാത്രം നേരിട്ടു? അയാൾ നിന്നെ എന്ത് വിളിച്ചു? എങ്ങനെ വിളിച്ചു? എപ്പോൾ വിളിച്ചു? അത് ജാതി അധിക്ഷേപത്തിൻ്റെ കണക്കിൽ വരുമോ? ഇതൊക്കെ ഒരു ജാതി ശരീരത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യം. ഒരു ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന സമയത്ത് ബീപ്പിടാൻ പറ്റുമെങ്കിൽ ബീപ്പിടുക. പക്ഷെ ഇതൊരു കൊളോക്കിയൽ വാക്കായിട്ടാണ് ഇപ്പം എൻ്റെ കാസ്റ്റ് നെയിം യൂസ് ചെയ്യുന്നത്. ഒരു സ്ലറായിട്ടാണ്, ഒരു തെറിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കൂടി നിൽക്കുന്ന ഒരു സർക്കിളിനകത്ത് വരുന്ന സമയത്ത് ഇന്ന മോനെ എന്ന് വിളിച്ചൊരു തെറിയായിട്ട് വരുമ്പം അത് എന്നെ ബാധിക്കുന്നില്ല, അത് ജാതി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും? അതെന്നെ ബാധിക്കും. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ ജാതി നിങ്ങളോട് അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു? വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ഞങ്ങൾക്ക് തരാതിരിക്കുകയോ, അതോ കാലങ്ങളായിട്ട് ഞങ്ങളെ അൺപെയ്ഡ് ലേബർ എടുപ്പിച്ചതോ, ഞങ്ങളെ മറ്റുള്ള ആളുകൾക്ക് കച്ചവട ചരക്ക് പോലെ വിറ്റഴിച്ച് നിങ്ങൾ പറയുവാണ് ഞങ്ങൾ മോശമാണെന്ന്? ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു സമൂഹം പറയുവാണ് ഞങ്ങൾ മോശമാണ്, ഈ കാസ്റ്റ് മോശമാണ്, ഇവർ താഴ്ത്തപ്പെടേണ്ടവരാണ്, ഇവരിങ്ങോട്ട് കയറാൻ പാടില്ല.
ഞങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് ഇവിടുത്തെ അതൊരു പ്രൈമറി സ്റ്റെപ്പാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി വിദ്യാഭ്യാസം നേടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛൻ അതിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പേരും കൂടാണ് ജാതി. ഞങ്ങൾക്ക് അവിടെ ചെല്ലണം. ONV കുറുപ്പിന് ഒരു നെല്ലിമരം ഒലച്ചാൽ കിട്ടുന്ന നെല്ലിക്കയുണ്ട്, അതല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് രജനി ചെങ്കൽച്ചൂളയിലുള്ള രജനി ചേച്ചി കഥക്കകത്ത് പറയുന്നത് ആ നെല്ലിമരം ഞങ്ങൾക്ക് പുല്ലാണെന്ന്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നേരത്തെ പറഞ്ഞ അധ്യാപകന്റെ ധാർമ്മികതയോ അല്ലെങ്കിൽ സഹപാഠികളുടെ നീ എൻ്റെ പൊന്നാണ്, നീ എൻ്റെ മുത്താണ്, ആ ഫ്രണ്ട്ഷിപ്പോ ആഗ്രഹിച്ചിട്ടല്ല ഒരു ദളിത് വിദ്യാർത്ഥി പഠനത്തിനായിട്ട് പോകുന്നത്. ആ ദളിത് വിദ്യാർത്ഥിയുടെ പഠനം അവന്റെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അവളുടെ രാഷ്ട്രീയമാണ്, അവളുടെ നിലനിൽപ്പാണ്, അവളുടെ തൊഴിലാണ്, അവളുടെ ജോലിയാണ്. ഞങ്ങൾ പഠിച്ച് ഫോറിൻ കൺട്രീസിൽ പോവുകയോ അല്ലെങ്കിൽ അംബാനിക്കൊപ്പം പണക്കാരനാകാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങളെ അറിയാൻ ശ്രമിച്ചു തുടങ്ങുകയാണ്. ഞങ്ങൾ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ജാതി തിരിവുണ്ടാക്കാനല്ല, നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളോട് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാനാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ അക്കാഡമിക്സിൽ ഇറങ്ങി ജാതി സാങ്കേതിക പ്രശ്നം കൊണ്ട് ആനിലേക്ക് അധികം എത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ഒരു മറുപടിയോടെ നമുക്ക് നിർത്താം. കാരണം ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഞാനും ആനും ഒക്കെ തല കുനിക്കേണ്ട ചോദ്യങ്ങളാണ് അനു ചോദിക്കുന്നത്. അങ്ങനെ വേർതിരിവ് നേരിട്ടിട്ടുള്ള ആരും തല കുനിക്കേണ്ട ദിവസവുമാണിന്ന്. അതെ അതെ, തീർച്ചയായും. ഈ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ ഇപ്പോൾ റിസർച്ച് സ്കോളർ ആയിട്ടുള്ള വിദ്യാർത്ഥി പറഞ്ഞ പോലെ ഏതെങ്കിലും അധ്യാപകന്റെയോ സൗഹൃദ വലയങ്ങളിലോ മനുഷ്യരുടെയോ മനസ്സിൽ ജാതിവെറി ഉണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ നയിക്കുന്ന അധ്യാപകരുടെ മനസ്സിൽ ജാതിവെറി ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാക്കിയാൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ഒരു ക്ലാസ് റൂമിലോ വരാന്തയിലോ ആരും ഇല്ലാത്ത സ്ഥലത്തോ ആൾക്കൂട്ടത്തിലോ വെച്ച് ആ ജാതിവെറി നോട്ടത്തിലോ നാക്കിലോ വരാത്ത രീതിയിൽ സിദ്ധാർത്ഥിന്റെ വിഷയത്തിലും നിതിന്റെ വിഷയത്തിലും നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് അതുപോലെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും സിദ്ധാർത്ഥിന്റെ ക്രിമിനലുകൾ വീണ്ടും ക്യാമ്പസിൽ കയറാതിരിക്കാൻ പോരാടുന്നത് ആ മാതാപിതാക്കൾ മാത്രമാണ്. ഭരണകൂടം അവരുടെ കൂടെ നിൽക്കുന്നില്ല മാത്രം എന്നല്ല, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന ഒരു ചാനലിൽ വന്ന ആ അമ്മ ഭരണകൂടത്തെ സർക്കാരിനെ നോക്കി പറയുന്നെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ഫൈറ്റിന്റെ ഭീകരത നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇനി നിതിന്റെ ഫാമിലി, നാളുകളിൽ നിതിന്റെ കുടുംബം നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവര് നിയമ നടപടിക്ക് ഇറങ്ങുമ്പോൾ അതിനെ വിജയത്തിലെത്തിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ഭരണകൂടത്തിനാണ്, സർക്കാരിനാണ് വേണ്ടത്. ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ കോൺക്ലേവുകൾ, വിദ്യാഭ്യാസ കോൺക്ലേവുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ചത് ഇതുപോലെയുള്ള ജാതി അധിക്ഷേപങ്ങളെ, ഒറ്റപ്പെടുത്തലുകൾക്ക് പരിഹാരം വേണം. അതുപോലെ തന്നെയുള്ള ഇടിമുറികള്, ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ഒരു അവസാനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഏകാധിപത്യ കോട്ടകളിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി നിലവിൽ വരണം എന്നുള്ളതൊക്കെ UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ പോയിന്റ് മാത്രമാണ്. അപ്പോൾ എല്ലാ ശബ്ദങ്ങളും കേൾക്കുകയും അതിൻ്റെതായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമാണ് സവർണ ചിന്താഗതിയുള്ള അധികാരത്തിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ഇതുപോലെയുള്ള ഒറ്റപ്പെടുത്തിയാലും ചവിട്ടി അരച്ചാലും വലിയ പ്രശ്നമുണ്ടാവില്ല. കുറച്ച് ശബ്ദങ്ങൾ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് തീരുമെന്നുള്ള സവർണ ചിന്തകളെ ഇല്ലാതാക്കണമെങ്കിൽ എല്ലാവർക്കും ശബ്ദിക്കാനും എല്ലാവർക്കും പോരാടാനും എല്ലാവർക്കും പഠിക്കാനുമുള്ള അവസരങ്ങൾ നമ്മുടെ ക്യാമ്പസിലും, ആ അവസരങ്ങളെ കൂടുതൽ ആത്മാഭിമാനത്തോടെ നയിക്കാൻ പറ്റുന്ന നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരിക കൂടി തന്നെ വേണം. വിദ്യാഭ്യാസം എന്നത് മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. ആത്മാഭിമാനത്തോടെ ഓരോ കുട്ടികൾക്കും പഠിച്ചിറങ്ങാനാകട്ടെ, ആത്മാഭിമാനത്തോടെ ജീവിക്കാനാവട്ടെ, അതിനെ വ്രണപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാകുന്നു. പാനലിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.